വിശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു. വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ സ്നേഹമേറിടുമൻ രക്ഷകൻ സന്നിധൗ ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. ആമോദത്താൽ തിങ്ങി ആശ്ചര്യമോടവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു. തങ്കത്തിരുമുഖം കാൺമാൻ കൊതിച്ചവർ ഉല്ലാസമോടിത നോക്കിയിടുന്നു. മക്കളിൻ കണ്ണുനീരെല്ലാം താതൻ താൻ എന്നേക്കുമായി തുടച്ചിതല്ലോ. പൊൻവീണകൾ ധരിച്ചാമോദ പൂർണ്ണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ. കുഞ്ഞാടിൻ്റെ രക്തം തന്നിൽ തങ്ങൾ അങ്കി നന്നായി വെളുപ്പിച്ച കൂട്ടരിവർ പൂർണ്ണ വിശുദ്ധരായി തീർന്നവരേശുവിൻ തങ്കരുധീരത്തിൻ ശക്തിയാലേ. കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയങ്കി ധരിച്ചോരിവർ കയ്യിൽ കുരുത്തോല ഏന്തിട്ടവർ സ്തുതി പാടിയിട്ടാനന്ദമോടാർത്തിയിടുന്നു. ചേർന്നിടുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ചെന്നാനന്ദിപ്പാൻ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥൻ്റെ സന്നിധൗ വിശ്വാസത്താൽ ഞാൻ നോക്കിയിടുന്നു. ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു. വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുന്നു. സ്നേഹമേറിടുമൻ രക്ഷകൻ സന്നിധൗ ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. സ്നേഹമേറിടുമൻ രക്ഷകൻ സന്നിധൗ ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു. വിശ്വാസ കണ്ണാൽ ഞാൻ
കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായും ശാശ്വതമായ ദൈവമാകുന്നു. നീ മർത്തനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് മരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും ഇരിക്കുന്നു. നീ അവരെ ഒഴുകിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു പാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾക്ക് നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന് ശക്തിയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങൾ ഉപദേശിക്കണമേ. യഹോവയും ഇറങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരണമേ. കഴിഞ്ഞ ശനിയാഴ്ച പ്രഭാതത്തിൽ 7:30 അടുത്ത സമയത്ത് പ്രിയപ്പെട്ട കർത്താവിന് സന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായിപ്പോയി. സന്തോഷമല്ല ഈ സമയം വരെയും പ്രാർത്ഥനയോടെയും ജനധ്യാനത്തിലൊക്കെ ദൈവമക്കളും ദൈവസഭയും കുടുംബാംഗമായിരിക്കും. പ്രധാനദാസൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. വേറെയുള്ള ദൈവസഭയുടെ അംഗവും ഇപ്പോൾ തന്നെ യെരൂശലേം ഗോസ്പൽ മിനിസ്ട്രീസിൻ്റെ വോളണ്ടിയറായും സ്റ്റാഫ് വർക്കറായും താൻ വളരെ ആത്മാർത്ഥമായി കർത്താവിനെ സേവിച്ചു, സ്നേഹിച്ചു. ദുബൈയിലെ സഭകൾക്ക് ദൈവ പ്രധാന വേലയ്ക്ക് ദൈവത്തെയും പ്രധാനദാസൻ്റെ അനുഗ്രഹമായിരുന്നു എന്ന് ദൈവദാസന്മാരൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. 30 വർഷമായുണ്ടായ വേർപാട് വളരെ ഷോക്കുണ്ടാക്കുകയും വളരെ വേദന ഉണ്ടാക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ മക്കൾക്ക് പ്രത്യാശയം നൽകിയിട്ടുണ്ട്. വീണ്ടും കാണാവുന്ന കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ഗാന്ധിയ മണവാട്ടിയ സഭയെ ചേർക്കുമ്പോൾ യവനജവരണയും കാണാവുന്ന അപൂർണമായ വിശ്വാസത്തിലാണ് ഇന്ന് പൽക്കാലമായിരിക്കുന്നത്. യുവജനങ്ങളെ കൊണ്ട് അന്യം ആശ്വസിപ്പിക്കുന്ന ദൈവത്തിനായി നമ്മളെ പഠിപ്പിക്കുമ്പോൾ യുവജനത്തിൽ തന്നെ ബലപ്പെട്ട് ധൈര്യപ്പെട്ട് ആശ്വാസം കൊണ്ട് ഉള്ള ശുശ്രൂഷകൾ ഭംഗിയായ നമുക്കുള്ള എല്ലാ കൃപകളും എല്ലാവരെയും പകരട്ടെന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കും. വാത്സല്യ സഹോദരി ജോൺ സിസ്റ്റർ ഏറ്റവും പ്രിയപ്പെട്ടവളാണ്. ദാസി മനസ്സിലായി വളരെ താഴ്ന്നൊരവസ്ഥയിലാണ്. നിങ്ങൾ തന്നെ പ്രധാനമാണ്. സാങ്കുടി ഫാസ്റ്റർ, ഉമ്മാമ, സിദ്ധോന കുടുംബം, പ്ലസി കുടുംബമല്ല, സ്മിത കുടുംബമല്ല, സിസ്റ്ററൊക്കെ വളരെ വേദനയിലും ഭാരത്തിലുമായിരിക്കുന്നു. മനുഷ്യൻ്റെ വാക്കുകൾക്ക് ആശ്വാസം തരാൻ കഴിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് ആശ്വാസം തരാൻ കഴിയും. ആശ്വാസപ്രദമായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്നുള്ള ഹൃദയങ്ങളെ ആശ്വസിപ്പാൻ കഴിവുള്ളതാണ്. അതിന് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം നൽകിക്കൊണ്ട് ധൈര്യപ്പെടുത്തട്ടെ എന്ന് ശക്തമായ ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവം ശരീരം ഏറ്റുവാങ്ങി പാർത്ഥമായ ഭവനത്തിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് അതിനുശേഷം യെരൂശലേം കൂടാരത്തിൽ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക സംവിധാനത്തിൽ കൂടുതലുള്ള ശുശ്രൂഷകൾ നടത്തി. എറണാകുളം സഭയുടെ ആഭിമുഖ്യത്തിൽ യെരൂശലേം വോയിസിൻ്റെ കൃത്യമായ യെരൂശലേം മിനിസ്ട്രീസിൻ്റെ ആ സെമിത്തേരിയിൽ പൊതുശരീരം 12 മണിയോടെ മറവിക്കാനാണ് കണ്ടാൽ ആഗ്രഹിക്കുന്നത്. ഭക്തിയുള്ള മിഷന്മാർ സ്തേഫാനോസിൻ്റെ പൊതുശരീരം അടക്കം ചെയ്തതുപോലെ ഭക്തർപരായ നല്ലൊരു യാത്രയും ദാസിൻ്റെ പൊതുശരീരം നൽകുവാനുള്ള ക്രമീകരണങ്ങൾ
ദൈവം ചെയ്യുന്നു, പൈസ ചെയ്യുന്നു, ഓർത്ത് സ്തോത്രം കുടുംബാംഗങ്ങളെ എന്ത് ചെയ്യും ശക്തീകരിക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് എല്ലാവരും വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ ഹൃദയങ്ങളും ദൈവം ആശ്വസിപ്പിക്കാം. എല്ലാ ഹൃദയങ്ങളും ധൈര്യം ദൈവം നൽകട്ടെ. നല്ലൊരു യാത്ര ആസ്വദിക്കുമ്പോൾ ക്രമീകരണ ദൈവം ചെയ്യട്ടെ. എല്ലാ പ്രാർത്ഥനയായിരിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. വിശ്വാസങ്ങളുടെ ഉറവിടമാകുന്ന ഞങ്ങളുടെ സ്വർഗീയ പരമപിതാവ നല്ല ദൈവമേ, അങ്ങ് ഹൃദയത്തോട് ഞങ്ങളെങ്കിൽ സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. ഏത് സമയത്തും അങ്ങേ സ്തുതിപ്പാൻ, മുഖത്തപ്പെടുത്തുവാൻ, നന്ദി കരേറ്റുവാൻ കർത്താവ് ധരിക്കുന്ന എല്ലാവൻ കൃപകൾ ഓർത്ത് ഞങ്ങളെങ്കിൽ സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. സമയഭേദവിനെ തിരുസലിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന പിതാവ്, ഞങ്ങളുടെ പ്രിയ മനോഹരപ്പെടും കർത്താവെ, അവിടുന്ന് കൊടുത്ത ആയുസ്സും ആരോഗ്യവും തികച്ചു, ഭൂമിയിൽ ചെയ്യേണ്ട ദൗത്യം തികച്ച്, വ്യക്തികളോട്, കുടുംബങ്ങളോട്, സഭയോട്, ദേശത്തോടുള്ള കടപ്പാടുകൾ തികച്ചെടുത്തു താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ ഇടയാക്കിയതോട് ഞങ്ങളെങ്കിൽ സ്തോത്രം ചെയ്യും. കർത്തയും വേദനയും ഉറവില്ലാത്ത ദുഃഖമില്ലാത്ത നിത്യഭവനത്തിൽ താൻ വിശ്രമിപ്പാൻ കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്ന പിതാവേ, പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കും, അവങ്കിലേക്ക് നോക്കി പ്രകാശം ലക്ഷ്യം പോലെ വചനമാകിയ പരിശുദ്ധ പിതാവേ, ദുഃഖത്തിലായിരിക്കുന്ന ദാസിയെ ആശ്വസിപ്പിക്കുക, ദാനം കൊടുത്ത പൈതൃകയെ ആശ്വസിപ്പിക്കുകയാണ്, സകുട്ടി ഭാഷയെ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കുക, സഹോദരി കുടുംബത്തെ ആശ്വസിപ്പിക്കുക, ദുഃഖത്തിൽ വേദനകളുടെ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുക, സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനത്താൽ നിറയ്ക്കണമേ കർത്താവേ. അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചാൽ ഞങ്ങൾ ആശ്വാസമുള്ളവരാകും, അവിടുന്ന് ഞങ്ങളെ വിശുദ്ധീകരിച്ചാൽ ഞങ്ങൾ വിശുദ്ധരാകും, അവിടുന്ന് ഞങ്ങളെ മാനിച്ചാൽ ഞങ്ങൾ മാന്യതയുള്ളവരാകും കർത്താവേ. അവിടുത്തെ മാന്യതയുടെ വചനം അനുസരിപ്പാൻ നിന്റെ മകൻ ഭാഗ്യം കൊണ്ട് രക്ഷിക്കപ്പെടുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ, സത്യലാത്മാവിനെ ആരാധിച്ച് കർത്താവെ നല്ലൊരു സാക്ഷ്യം തികയ്ക്കുവാൻ കർത്താവ് ഇടയാക്കി. പിതാവെ, തുടർന്ന് ഇവിടുന്നുള്ള യാത്രയിൽ നിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. ഭവനത്തുള്ള ശുശ്രൂഷ അനുഗ്രഹമാക്കണമേ കർത്താവ്. നടക്കുന്ന ശുശ്രൂഷ അനുഗ്രഹമാക്കണമേ. ഞങ്ങളുടെ സ്നേഹിതർ, അയൽക്കാർ, പ്രിയപ്പെട്ടവരുടെ യാത്രയിൽ കൂടെ സഹായിക്കണമേ പിതാവേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരും തന്റെ ദാസൻ പിൻപറ്റിയ ദൈവത്തെ പിൻപറ്റി നിത്യത്തിൽ അവിടെ വെച്ച് കാണുവാൻ, യുഗാങ്ങൾ അങ്ങോട്ട് വാഴുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ പിതാവേ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും അവിടുത്തെ തൃക്കരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ. എല്ലാറ്റിലും തിരുനാമം മഹിമപ്പെടണമേ, മഹത്വത്തിനാക്കി തീർക്കണമേ. തിരുസനെ തലമുറയ്ക്ക് എല്ലാവരെയും ഞങ്ങൾ പിതാവിന്റെ പുത്രനെ അനുഗ്രഹിച്ച് ആശ്വസിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകത്തം കർത്താവിടെ ഗണം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ യാചിക്കുന്ന കൃപയോട് കേട്ട ഉത്തരമല്ല പാറാകണമേ. സമാശ്വാസ ദൈവം എല്ലാ ഹൃദയങ്ങളെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപാപരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളോടും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും പിതാവിന് വരവോളം എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിൽ ഓടിയിട്ട്, ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിൽ ഓടിയിട്ട്, നിത്യവീടുന്നുണ്ട് വീടെത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും. യാത്ര ചെയ്യും യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ച്
ദർശിച്ചി ഭാഗ്യദേശം ആകയാൽ ചെയ്തമെന്നെണ്ണി ലാഭം അന്യരെന്നെണ്ണി ഈ ലോകം അതിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും ജീവനെൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ലോകത്തിൻ ബാലത കോമളത്വം വസ്തുവകകൾ പൊന്നാണയങ്ങൾ സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാം മേലുള്ളേറുശലേം നിത്യഗൃഹം ലാഭമായി തീരും സമസ്തവും ഞാൻ കാഴ്ചയായി വയ്ക്കുന്നു തൃപ്പാദത്തിൽ അംഗം പ്രത്യംഗമേ ഇന്ദ്രിയങ്ങൾ ദൈവനാമത്തിൻ പുകഴ്ചയ്ക്കായി. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ലോകം ത്യജിച്ചതാം സിദ്ധന്മാരും നിർമ്മല ജ്യോതിസാം ദൂതന്മാരും രക്തസാക്ഷികളാം സ്നേഹിതരും സ്വാഗതം ചെയ്യും മഹൽ സദസ്സിൽ വീണ്ടെടുപ്പിൻ ഗാനം പാടി വാഴ്ത്തി രക്ഷകനേശുവെ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ ആശ്വസിപ്പിക്കണമേ, ദൈവകൃപയുടെ പൊതിയണമേ കർത്താവേ. അത് സമാധാനം കൊണ്ട് ദൈവനെ കരം നിറയ്ക്കണമേ. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, താങ്ങുവാനുള്ള കർത്താവ് വഹിപ്പാനുള്ള കൃപ ദൈവം നിന്റെ മക്കൾക്ക് ദൈവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ബന്ധുമിത്രാദികൾ എല്ലാവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിദേശക്കാർക്കായി സഭാമക്കൾക്കായി കർത്തദാസന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരും ദൈവത്തോട് മറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ ഇവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞ ഈ ഭൗതിക ശരീരം കർത്താവേ കൂടാരത്തിലേക്ക് കൊണ്ടുപോകുന്ന യാത്രയിൽ കൂടെ ഇരിക്കണമേ. അവിടെയുള്ള എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായി നടക്കുവാൻ സ്വർഗം സഹായിക്കണമേ.
എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വരുവാനുള്ള നിന്റെ മക്കളെ എല്ലാവരും ദൈവം കൂട്ടിവരുത്തുമാറാകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ. കർത്താവേ അങ്ങയുടെ കാഹളനാദത്തിൽ ഹല്ലേലൂയ കർത്താവേ അങ്ങയുടെ വിശുദ്ധന്മാർ ഉയർക്കുന്ന മധ്യത്തിൽ കർത്താവേ നിന്റെ മകളെ കർത്താവേ ഞങ്ങൾക്ക് മുഖാമുഖമായി കണ്ട് അങ്ങേ മഹത്വപ്പെടുന്നു. എല്ലാവരും അല്ലാതെ സഹകരിക്കാൻ കൂടി അഭ്യർത്ഥിക്കുന്നു. ശരീരം കുടുംബത്തിലേക്ക് കൊണ്ടുപോകാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രഭാശ്വാസത്തിനുടമേ സമസ്തരും ഇടപിതാവുമായ ഇടപരിശുദ്ധ പിതാവെ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഇടവാത്സല്യ സഹോദരൻ ജോൺ ജീവിതകാലങ്ങളിൽ കർത്താവിനെ കാണുവാൻ, കർത്താവിനെ അറിയുവാൻ, കർത്താവിനെ അനുസരിപ്പാൻ, രണ്ടാമത്തിന് മഹത്തായ സാക്ഷിയായി ഉപയോഗിക്കപ്പെടുവാൻ കർത്താവ് സഹായിച്ചത് ഹിതമാറിയാൽ കർത്താവ് കഴിഞ്ഞ ദിവസം അവിടുത്തെ ജവാനെ വിളിച്ച് ആവർത്തിച്ച് പ്രസംഗിലേക്ക് ചേർത്തതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. പ്രാർത്ഥനയോടും ധ്യാനത്തോടും പ്രസംഗിലാശ്രയിപ്പാന്റെ കൊണ്ടെല്ലാ കുടുംബാങ്ങളെയും ഉപയോഗിച്ച് സ്തുതിക്കും. അതേപോലെ പ്രത്യാശിക്കായി ആശ്വാസനായി നന്ദിയോട് സ്തോത്രം. എല്ലാ സൂക്ഷകളിലും ഭംഗിയാകുവാൻ സ്വർഗം സഹായിക്കണമേ. അവർക്ക് കുടുംബത്തിലെ സൂക്ഷകള് സഹോദര സൂക്ഷയ്ക്ക് ഏതുപ്രകാരം ഭംഗിയായി നടക്കുവാൻ കർത്താവ് സഹായിക്കണം. മറ്റുള്ള പുരുഷന്മാസത്തെ അടക്കുന്നതുപോലെ ഭക്തിപരമായ നല്ലൊരു യാത്രയിൽ ദാസം നൽകുവാനൊക്കെ കുടുംബാംഗങ്ങളെ ദൈവസഭയിൽ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി എല്ലാ കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിക്കണം. വീണ്ടും പ്രാർത്ഥിക്കുകയാണ്.
നിങ്ങളെ ദൈവം ശക്തീകരിക്കും. ഒരു മാസക്കായി ഭാവിക്കായി കുടുംബത്തിനായി 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 ജോലിക്കായി പ്രാർത്ഥിക്കുക. ദൈവം പകരണമേ ദൈവമേ ശക്തീകരിക്കണം. പ്രതിസന്ധിയിൽ കർത്താവേ ബലത്തോടെ പാവള കരുത്ത് ദൈവമേ നൽകണമെന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിനുമായി ഞങ്ങളെ ശക്തീകരിക്കുന്ന യുവജനങ്ങളെ കൊണ്ട് നിരാശിപ്പിക്കുന്ന ദൈവത്തിനുമായി പഠിപ്പിക്കുമ്പോൾ ദൈവമേ ഞങ്ങളുടെ വചനത്താൽ വാക്കാലത്തിന് നിങ്ങളെ ബലപ്പെടുത്തുന്നു. സമാശ്വാസന പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളിൽ പകർന്നുകൊണ്ട് ദൈവത്തിന്റെ ആശ്വാസ ഹൃദയങ്ങളിൽ പകരണമേ. മഹാരാജ മഹനീയനായ സ്തോത്രം തുടർന്നുള്ള കർത്താവേ യാത്രയും അവയെ അനുഗ്രഹമായിരിക്കാൻ സകലങ്ങളെ ദൈവത്തെ നിയന്ത്രിക്കണം. എന്റെ സഹോദരൻ ഭംഗിയായി ചെയ്യുവാനുള്ള കാവ്യക്കാരും എന്റെ മക്കളാൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ സ്വരത്തെയും പരിചയം നിയന്ത്രിക്കണമേ. ദൈവികാശ്വാസം എല്ലാ ഹൃദയങ്ങളെയും നിറയ്ക്കണം. സകല മോചനം ദൈവത്തിന് അർപ്പിക്കുന്നു. പ്രാർത്ഥനയായ സ്തോത്രം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ ആകട്ടെ. പിതാവിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എല്ലാ പ്രിയപ്പെട്ടവരോടും കുടുംബാംഗങ്ങളോടും ശുശ്രൂഷകളോടുകൂടി പിതാവിനെ എഴുന്നേൽക്കുമാറാകട്ടെ. ശരീരം